അവൻ്റെ പ്രതീക്ഷകൾ വാനോളം ഉയരട്ടെ. അവൻ്റെ മനസ്സിൽ എന്നോടുള്ള പ്രണയം ആളിക്കത്തട്ടെ. ഒടുവിൽ അവന് എന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ അവനങ്ങനെ നീറിപ്പുകയട്ടെ. മോള് അവൻ്റെ മനസ്സിൽ ആവോളം പ്രണയം, എന്നോടുള്ള അടങ്ങാനാവാത്ത ആ ഒരു പ്രണയത്തിനിങ്ങനെ എന്താണ് പറയുന്നത്, അതിങ്ങനെ കോരി ഒലിപ്പിച്ച് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ആരായിരിക്കും പറയുന്നത് ഇതൊക്കെ എന്നൊക്കെ അറിയണ്ടേ? നമ്മുടെ പ്രകാശനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആരായിരിക്കും എന്നൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ, അതായത് 26-ാം തീയതിയിലെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ എന്താണ് റിവ്യൂ ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിരണും നമ്മുടെ കല്യാണിയും തുണിക്കടയിൽ നിൽക്കുകയാണ്. അങ്ങനെ വസ്ത്രമൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിരൺ ഓരോരോ സാരികളൊക്കെ ഏറ്റെടുത്ത് കല്യാണിക്ക് ഇങ്ങനെ വച്ച് നോക്കുകയാണ്. കിരണിന് ഒന്നും സംതൃപ്തി കിട്ടുന്നില്ല. കിരൺ കല്യാണിയോട് പറയണേ, എൻ്റെ കല്യാണി, നിനക്കുണ്ടല്ലോ സാധാരണ പെൺകുട്ടികളെ കൊണ്ട്, ഭാര്യമാരെയും കൊണ്ടൊക്കെ ഇങ്ങനെ തുണിയൊക്കെ എടുക്കാനൊക്കെ പോയാൽ, ആഭരണമായാലും വസ്ത്രമായാലും ഒക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അവരുടെ അക്കൗണ്ടിലെ പൈസ മുഴുവനും തീരുന്നത് തന്നെ മിച്ചം. ഏതെടുത്താലും അവർക്കൊരു തൃപ്തി വരില്ല. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, പണ്ട് കാലത്തൊക്കെ ആളുകൾ പെണ്ണുങ്ങളെയും കൊണ്ടൊക്കെ പോയി കഴിയുമ്പോൾ പോക്കറ്റ് കാലിയാവും, കൊണ്ടുപോകണ പേഴ്സ് കാലിയാവും എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പോൾ ഗൂഗിൾ പേയ്മെൻ്റ് അല്ലേ, അപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് തന്നെ അക്കൗണ്ടിലെ പൈസ പോകുന്നത് അറിയില്ല. ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ അക്കൗണ്ടിൽ നിന്ന് പൈസ എത്ര പോയാലും അറിയാത്തൊരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. എന്നാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം, നിന്നെ എവിടെ കൊണ്ടുവന്നാലും എന്ത് മേടിക്കാനായിട്ട് നിന്നാലും നീ എല്ലാം വേണ്ട എന്ന് പറഞ്ഞേ ഇരിക്കുള്ളൂ. പക്ഷേ അത് വേണ്ട കല്യാണി. ഇപ്പോൾ ദൈവത്തിൻ്റെ കൂട്ടുകൊണ്ട് നമുക്ക് ആവശ്യം പോലെ സമ്പാദ്യം ഉണ്ടല്ലോ. പിന്നെ നിനക്ക് വല്ലപ്പോഴും ഇതുപോലെ ഒരു ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ എന്തിനാ അതിന് പിശുക്ക് കാണിക്കുന്നത്? ഒന്നാമത് ഇപ്പോൾ നീ പങ്കെടുക്കുന്ന ആ ഒരു ഫങ്ഷൻ എന്ന് വെച്ചാൽ VVIPs ഒക്കെ ഒരുപാട് പേര് വരുന്നൊരു ഫങ്ഷനാണ്. അവിടെ വരുന്നവരൊക്കെ കൂടുതൽ പേരും നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും വരുന്നത്. അവിടെയാണ് എൻ്റെ കല്യാണി വ്യത്യസ്തയാവേണ്ടത്. നല്ല കസവ് സാരിയൊക്കെ ഉടുത്ത് പൂവൊക്കെ വച്ച് അതിസുന്ദരിയായിട്ട് വേണം എൻ്റെ കല്യാണി പോകാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ കല്യാണിക്ക് സാരി ഉടുക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്നൊക്കെ പറയുകയാണ് കിരൺ. എന്നിട്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ഓരോ സാരി ആയിട്ടെടുത്ത് നമ്മുടെ കല്യാണിക്ക് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. അതെടുക്ക്, ഇതെടുക്ക്, ആ രൂപയിൽ അതെടുക്ക് എന്നും പറഞ്ഞിട്ടൊക്കെ കല്യാണിക്ക് വേണ്ടിയിട്ട് കിരൺ ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി ഇടുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ നമ്മുടെ പ്രകാശനും കൂടി ആ സമയത്ത് വരികയാണ്. അപ്പോൾ പ്രകാശൻ കാർത്തികയോട് പറയാണ്, മോളെ, എനിക്കങ്ങനെ വില കൂടിയ ഡ്രസ്സുകളൊന്നും വാങ്ങിക്കേണ്ട മോളെ. പിന്നെ എനിക്ക് അത്യാവശ്യം ഡ്രസ്സൊക്കെ ഉണ്ട്, എനിക്കിപ്പോൾ എടുക്കേണ്ട തന്നെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കാർത്തിക പറയണം, അതല്ല അച്ഛാ, എന്തായാലും അച്ഛന് കുറച്ച് ഡ്രസ്സ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുത്ത് തരികയാണ്, അച്ഛൻ അത് വേണ്ടാന്നൊന്നും പറയല്ലേ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അവരൊരു കാഴ്ച കാണുകയാണ്. നമ്മുടെ കിരണും കല്യാണിയും കൂടി ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് കാണുകയാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രകാശൻ്റെ കിളി പോവുകയാണ്. ദേഷ്യം വരികയാണ് പ്രകാശന്. പ്രകാശൻ പറയുന്നു, ആരെ കാണണ്ടെന്ന് വിചാരിച്ചിറങ്ങുന്നോ അവരുടെ മുന്നിലേക്ക് തന്നെയാണ് വരുന്നത്. ദേ കണ്ടില്ലേ, അവനും അവളും കൂടെ നിൽക്കുന്നത് കണ്ടില്ലേ? വേണ്ട മോളെ, നമുക്കിവിടെ നിൽക്കേണ്ട, നമുക്കിവിടെ നിന്നും വേറെ ഏതെങ്കിലും കടയിലേക്ക് പോവാം. അപ്പോൾ കാർത്തിക ചോദിക്കുകയാണ്, അതെന്തിനാ അച്ഛാ അങ്ങനെ ഓടിപ്പോകുന്നത്? എൻ്റെ മോളെ, എനിക്ക് അവനെ കാണുന്നതുണ്ടല്ലോ, സകലമാന എന്താ പറയുന്നത്, എനിക്ക് അവരെ രണ്ടുപേരെയും കാണുന്നത് ഭയങ്കര അലർജിയാണ്, എനിക്ക് ഇഷ്ടമല്ല അവരെ കാണുന്നത്. അപ്പോൾ തന്നെ കാർത്തിക പറയണേ, എൻ്റെ അച്ഛ, അങ്ങനെയൊന്നും അച്ഛൻ ചിന്തിക്കണ്ട, ഇത് അവരുടെ കടയൊന്നും അല്ലല്ലോ, ഇവിടെ എല്ലാവർക്കും വരാം. പിന്നെ അവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഇഷ്ടം പോലെ ഡ്രസ്സ് എടുക്കുന്നു. അപ്പോൾ അത് നമുക്ക് നല്ലതല്ലേ അച്ഛാ? അങ്ങനെ ഒരു കടയിൽ വന്നിട്ട് ഇവരെ കണ്ടിട്ട് പേടിച്ചോടേണ്ട കാര്യം എന്താ നമുക്ക് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ കാർത്തിക. അപ്പോൾ അതേസമയത്ത് നമ്മുടെ കിരൺ ഒരു സാരി എടുത്ത് കല്യാണിക്ക് ഇങ്ങനെ വച്ച് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ കാർത്തികയുടെയും പ്രകാശൻ്റെയും മുന്നിലേക്കാണ്, അവരുടെ മുഖത്തേക്കാണ്. അപ്പോൾ നമ്മുടെ കിരൺ പറയാണ്, നോക്ക് കല്യാണി, ദേ കണ്ടില്ലേ, നമ്മൾ ആരെ കാണണ്ടെന്ന് ആഗ്രഹിച്ചോ അവർ തന്നെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഉടനെ കല്യാണി പറയണ, ശരിയാണല്ലോ, കാർത്തികയുടെ കൂടെയാണല്ലോ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്തിന് തന്നെ നമ്മുടെ പ്രകാശൻ നേരെ നടന്ന് ഇവരുടെ അടുത്തേക്ക് വരികയാണ്, കിരണിൻ്റെയും കല്യാണിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്,
നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുകയാണല്ലേ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ തീരെ നിങ്ങളെ പ്രതീക്ഷിച്ചില്ല. നിങ്ങളിവിടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഈ ഷോപ്പിൽ ഞങ്ങൾ കയറില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഉടനെ കിരൺ പറയാണ്, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ കയറാതിരിക്കാനേ ഇത് ഞങ്ങളുടെ സ്വന്തം കടയൊന്നും അല്ല എന്നിങ്ങനെ കിരൺ പറയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രകാശം പറയണം, അതെനിക്ക് അറിയില്ലേ, എന്നാലുവേ നിന്നെയൊക്കെ രണ്ടെണ്ണത്തിനെ കാണുന്നതേ എനിക്ക് ചതുർത്ഥി കാണുന്നത് പോലെയാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കിരണാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. കല്യാണി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണ്. കല്യാണിയും അതുപോലെ തന്നെ രണ്ടുപേർക്കും ഒട്ടും പിടിക്കുന്നില്ല. അപ്പോൾ ആ സമയത്തിന് എന്നെ പ്രകാശം പറയാണ്, പിന്നെ അതായത് കാർത്തിക കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഇവളുണ്ടല്ലോ ഇവളെ നീ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുകയില്ലേ, എടാ നിന്റെ പതനത്തിന് തുടക്കം ഇടുന്നത് ദേ ഈ നിൽക്കുന്ന ഇവള് കാരണമായിരിക്കും. ഇവളെ ഞാൻ എങ്ങനെ നോക്കിയതാ, താഴത്തും എന്തെന്ന് തറയിലും തലയിലും ഒന്നും വെക്കാതെ താഴത്ത് നിലത്തോ അങ്ങനെ എന്താണ്ട് പറഞ്ഞിട്ട് വെക്കാതെ അതുപോലെ ഞാൻ ഇവളെ കൊണ്ട് നടന്നത്. എന്നിട്ടുണ്ടല്ലോ ഇവൾക്ക് ഒരു നന്ദി ഉണ്ടായിരുന്നില്ല. നിന്നെ കണ്ടപ്പോഴുണ്ടല്ലോ എന്നെ കാലുമടക്കി അടിച്ചിട്ടല്ലേ ഇവള് നിന്റെ ഒപ്പം പോകുന്നത്. എടാ അതുകൊണ്ട് തന്നെ ഇവളെ നീ എത്ര നാൾ കൊണ്ട് നടക്കുമോ നിനക്ക് ഗുണം പിടിക്കത്തില്ല. ഒടുവിലുണ്ടല്ലോ നിനക്കിപ്പോൾ ഉള്ളതെല്ലാം നശിച്ച് നാറാണക്കല്ല് പറിക്കുമ്പോഴുണ്ടല്ലോ നിനക്ക് ഒന്നും ഇല്ലാണ്ടാവും. നീ പിച്ചക്കാരനെ പോലെ ആവും. ആ സമയത്തുണ്ടല്ലോ നീ ഇവളെ കളയോടാ. ഇവള് കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കിരൺ പറയാണ്, ഇവളുണ്ടെങ്കിലോ ദേ ഇവക്കുണ്ടല്ലോ ഡൽഹിയിൽ ഇവക്ക് ഒരു വലിയ കമ്പനി ഉണ്ടല്ലോ, നല്ല ഒന്നാം തരം സ്വീകരണം ഇപ്പോൾ കൊടുക്കുന്നത് അറിയാമോ. ഒരു ഇൻ്റർനാഷണൽ കമ്പനി അവിടുത്തെ ഫെസ്റ്റിവലിന് ഇവളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടോ, അതിന് ഡ്രസ്സ് എടുക്കാനാണ് ഞങ്ങളിവിടെ വന്നത്. ഇവളെ എൻ്റെ ഐശ്വര്യമാണ്, അല്ലാതെ എൻ്റെ നാശമൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പ്രകാശം പറയണം, പിന്നെ ഇവക്കാണോ എടാ ഇതൊക്കെ ഇത്തിരി ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ മനസ്സിലാക്കത്തക്ക കാര്യമുള്ളൂ. എടാ നീ പണം കൊടുത്ത് മേടിച്ചു എന്ന് പറ, അല്ലാതെ ഇവക്കല്ലേ അങ്ങ് അവാർഡ് കിട്ടുന്നത്, ഇവളെ ആദരിക്കാൻ പോണു എന്നൊക്കെ ഇങ്ങനെ പറയാണ് പ്രകാശൻ. ആ സമയത്ത് നമ്മുടെ കല്യാണി പറയണം, കല്യാണിയും കിരണും കൂടി നമ്മുടെ കാർത്തികയോട് പറയണം. കാർത്തികയോട് കിരണാണ് പറയുന്നത്, നിനക്ക് ഇയാളെ പറ്റി ഒന്നും അറിയില്ല, അതുകൊണ്ടാണ് നീ ഇയാളെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് പറയുമ്പോൾ കാർത്തിക പറയണേ, അങ്ങനെ ഞാൻ തലയിലൊന്നും എടുത്തു വെച്ചിട്ടല്ല നടക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന് നല്ല ഭാരമുണ്ട്, അതുകൊണ്ടേ അത്ര പെട്ടെന്ന് തലയിലൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല എന്നിങ്ങനെ കാർത്തിക പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കല്യാണി പറയണ്, ചേച്ചിക്ക് ഇയാളെ പറ്റി അറിയാഞ്ഞിട്ടാണ് എന്ന് പറയുമ്പോൾ പ്രകാശം പറയണ്, നിർത്തടി, എന്താടി നിനക്ക് എന്നെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഞാനുണ്ടല്ലോ നിന്നെയൊക്കെ രണ്ട് പെൺപിള്ളേരെയും, കല്യാണി എന്നും പറയുന്ന നിന്നെയും കാദംബരി എന്ന് പറയുന്ന നിൻ്റെ ചേച്ചിയുണ്ടല്ലോ ഞാൻ നിലത്ത് വെക്കാതെ കൊണ്ട് നടന്നത്. എൻ്റെ ഒരു ആയുസ് തീരുവോളം നിനക്കൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു. എന്തെല്ലാം രീതിയിൽ ഏതെല്ലാം പണിയെടുത്തു, എങ്ങനെയല്ല നിന്നെയൊക്കെ നോക്കിയത്. എന്നിട്ട് ഇവന്മാരെയൊക്കെ, അതായത് നിനക്ക് ഇവനെ കിട്ടി, അവക്ക് അവനെ കിട്ടി, രണ്ട് പേരും എന്നെ കളഞ്ഞിട്ട് പോയില്ലേ. എന്നിട്ട് ഇന്നേ വരെ ഞങ്ങൾ വെള്ളം കുടിച്ച് കഴിയുന്നുണ്ടോ എന്ന് പോലും തിരക്കിയോ? ഇല്ലല്ലോ. ഹെടി, നിൻ്റെ അച്ഛനായി എന്നെ നീ കഷ്ടപ്പെട്ടതൊക്കെ മോളടുത്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നു മോളായി നിൽക്കുന്നത്. അപ്പോൾ ഉടനെ കല്യാണി ഇങ്ങനെ നോക്കി വയ്ക്കുകയാണ്. എടി ഇവളുടെ അച്ഛനാടി ഞാൻ. അപ്പോൾ ഉടനെ കല്യാണി ചോദിക്കണേ, എപ്പാ കല്യാണിക്കാണ് നിങ്ങൾ എങ്ങനെയാണ് ഇവരുടെ ഈ നിൽക്കുന്ന കാർത്തിക ചേച്ചിയുടെ അച്ഛനാവുന്നത്, എപ്പോഴാണ് നിങ്ങൾ? അപ്പോൾ ഉടനെ കാർത്തിക പറയണം, അതെ ഇദ്ദേഹം എൻ്റെ അച്ഛൻ തന്നെയാണ്. നിങ്ങൾ രണ്ട് പെമ്മക്കളുണ്ടല്ലോ കാല് മടക്കി അടിച്ചിട്ട് പോയതല്ലേ ഈ മനുഷ്യനെ. നിങ്ങൾക്ക് വേണ്ടാത്തത് കൊണ്ടേ ഞാൻ ഏറ്റെടുത്തു. എൻ്റെ സ്വന്തം അച്ഛനാണ് ഇദ്ദേഹം. ഞാൻ ഇദ്ദേഹത്തെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഉടനെ കല്യാണി പറയണം, നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ കാര്യമൊന്നും അറിയാത്തോണ്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എല്ലാം എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും ആയിട്ട് ഒന്നും പറഞ്ഞൊന്നും തരണ്ട. ഇദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പിന്നെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പാവം അച്ഛനോട് ചെയ്യേണ്ട പ്രവൃത്തിയാണോ നിങ്ങളൊക്കെ ചെയ്തത്? അപ്പോൾ ഉടനെ കല്യാണി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു തെറ്റിദ്ധാരണയും ഇല്ല. അച്ഛാ ഇവരോടൊന്നും സംസാരിച്ച് നിൽക്കേണ്ട, അച്ഛൻ വാ നമുക്ക് ഡ്രസ്സ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് കാർത്തിക വിളിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മുടെ പ്രകാശം കിരണിനോട് പറയണം, ഹേടാ നീ ഇവളെ വിശ്വസിച്ചിട്ടേ ഇവളെ നോക്കിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ നീ മുടിഞ്ഞു പോവത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തികയുടെ കൂടെ പോവുകയാണ്.
അങ്ങനെ കാർത്തിക മാറി നിന്നിട്ട് പ്രകാശൻ ഓരോരോ ഡ്രസ്സുകളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയണം, മോളെ അത് വേണ്ട മോളെ, അത്രയും കൂടിയത് വേണ്ട മോളെ, ഇത്രയും കൂടിയത് വേണ്ട മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാർത്തിക പറയുന്ന അതൊന്നും പോരാച്ചാ, ഏറ്റവും നല്ല ഡ്രസ്സ് തന്നെ എടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കാർത്തിക പറയാണ്, അച്ഛൻ കൂടുതലും കുറച്ച് കളർ മങ്ങിയ ഡ്രസ്സുകളല്ലേ ഉപയോഗിക്കുന്നത്, അത് വേണ്ട, അച്ഛൻ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നതിന് എനിക്കിഷ്ടം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കുറേ ഡ്രസ്സുകളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ കിരണും കല്യാണിയും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രകാശം പറയണം, മോളെ അത് കൊള്ളാം മോളെ, അത് വളരെ നന്നായിട്ടുണ്ട് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ കിരണും കല്യാണിയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്, അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരത് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ കിരണുണ്ടല്ലോ കല്യാണിക്ക് സാരിയൊക്കെ സെലക്ട് ചെയ്തു, അവർക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി സാരിയൊക്കെ സെലക്ട് ചെയ്തു. അങ്ങനെ പോവുകയാണ്. പിന്നീടെന്ന് വെച്ചാൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാർത്തിക നേരെ കാർത്തികയുടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഹോട്ടലിലാണ്. കാർത്തികയുടെ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് അമ്മ പറയണ്, മോളെ, ദുഷ്ടൻ്റെ മനസ്സിലുണ്ടല്ലോ ഒരുപാട് നിറങ്ങൾ നീ കുത്തി നിറയ്ക്കണം, അയാളെ സ്വപ്നം കാണാൻ നീ പഠിപ്പിക്കണം. ഒടുവിലുണ്ടല്ലോ അയാളും അയാളുടെ മോനും അയാളുടെ അമ്മയൊക്കെ ഉണ്ടല്ലോ കയറി പോട്ടെ, ഒരുപാട് മുകളിലെത്തുമ്പോഴുണ്ടല്ലോ വലിച്ച് താഴേക്കങ്ങിടാം. അപ്പോഴുണ്ടല്ലോ ആ വീഴ്ചയുടെ ആ ഒരു ആഘാതം ഉണ്ടല്ലോ അവൻ താങ്ങരുത്. ഇവൻ എന്നോട് ചെയ്ത ദ്രോഹത്തിനുണ്ടല്ലോ ഇവനെ വെറുതെ വിടരുത് മോളെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അമ്മയും മോളും കൂടി ചേർന്നിട്ടൊക്കെ പദ്ധതി ഇടുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാർത്തികയുടെ അമ്മ ലക്ഷ്മി പറയുകയാണ്, അവന് ഒരുപാട് ആഗ്രഹം കൊടുക്കണം. നീ കഴിയുന്ന സമയത്തൊക്കെ നീ എന്നെക്കുറിച്ച് പറഞ്ഞ് അവൻ്റെ മനസ്സിലേക്ക് ഇളക്കം തട്ടിക്കണം, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലണം ഞാൻ. അപ്പോൾ ഒടുവിൽ അവന് എന്നെ കാണാനുള്ള ആഗ്രഹം കൂടി വരും. ഒടുവിലുണ്ടല്ലോ അവസാനത്തെ ആ നിമിഷം, അന്നാണ് അവൻ്റെ ഹൃദയത്തിലേക്കൊരു ബോംബ് പൊട്ടാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ കാർത്തിക പറയുകയാണ്, അമ്മ നോക്കിക്കോ അമ്മേ, ഞാൻ അയാൾക്ക് ഇന്ന് കൊണ്ടുപോയി കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ പോകുന്ന ആ ഒരു സമയത്ത് അവൻ്റെ മനസ്സിലുണ്ടല്ലോ, അയാളുടെ മനസ്സിൽ നല്ല കുളിര് കോരുന്ന കണക്കത്തെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒടുവിലുണ്ടല്ലോ അയാളെ നല്ല വൃത്തിയായിട്ട് പതപ്പിച്ച് കുപ്പി കയറ്റി നേരെ അങ്ങ് മുകളിൽ പറഞ്ഞു വിടും. എന്നിട്ട് പെടാന്ന് പറഞ്ഞ് താഴെ ഇടുമ്പോഴുണ്ടല്ലോ അയാളുടെ ആ വേദനയുടെ ആഘാതം, ആ ഒരു വീഴ്ചയുടെ ആഘാതത്തിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് വരരുത്. അപ്പോൾ ഉടനെ നമ്മുടെ ലക്ഷ്മി പറയണം, മോളെ, എന്നെയും നിന്നെയും മാത്രമല്ല അവൻ ദ്രോഹിച്ചത്, അവൻ്റെ രണ്ടാമത്തെ ഭാര്യയെയും അതിലുള്ള കുട്ടികളെ അവൻ നന്നായിട്ട് നോക്കിയിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ അവനെ വെറുതെ വിടുമായിരുന്നു. പക്ഷേ അവിടെയും അവൻ ചതി തന്നെയാണ് കാണിച്ചത്. അവൻ്റെ രണ്ടാമത്തെ ഭാര്യയെ അവൻ ഇഷ്ടം പോലെ കരയിച്ചു. അതിലുണ്ടായ കല്യാണി എന്ന് പറയുന്ന മകളെ ഒരുപാട് കഷ്ടപ്പെടുത്തി. ആ കുട്ടിയെ അവൻ പശുത്തൊഴുത്തിലിട്ട് വളർത്തി അത്രയേറെ വേദനിപ്പിച്ചു. ഒപ്പം ആ തള്ളയും. അതുകൊണ്ട് തന്നെ അവന് ഒരു തരത്തിലും ജീവിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് തന്നെ അവനെ ഇനി വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും അമ്മ മോക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ആ രീതിയിൽ നീക്കണം, എല്ലാം അങ്ങനെ വേണം കരുതി നീക്കാനായിട്ട്. ഒടുവിൽ അവൻ്റെ പതനം അത് നമുക്ക് കാണണം മോളെ എന്നൊക്കെ പറയാണ്. അവൻ്റെ മാത്രമല്ല, അവനെ ഇതുപോലെ പഠിപ്പിച്ച് നാശിപ്പിച്ച ആ തള്ളയുടെയും അതുപോലെ ലോകം മൊത്തം പെണ്ണ് കെട്ടി പിഴപ്പിച്ച് നടക്കുന്ന അവൻ്റെ മകനുണ്ടല്ലോ, ഇവരെ എല്ലാവരെയും നമുക്ക് വെറുതെ വിടരുത് മോളെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കാർത്തിക അമ്മയോട് പറയണം, അമ്മ സമാധാനമായിട്ടിരിക്കേ, ഞാനിപ്പോൾ തന്നെ ചെല്ലട്ടെ, അയാളുടെ മനസ്സിലേക്ക് കുറേ കുളിർമഴകളൊക്കെ ഞാനിപ്പോൾ അങ്ങോട്ട് കുളിർമഴയല്ല, അയാളുടെ മനസ്സിലേക്ക് കുറേ കുളിര് ഞാനിപ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ആ കുളിർ അവിടെ കിടന്ന് ഇങ്ങനെ അയാളെ ഇങ്ങനെ പ്രണയിക്കാൻ പഠിപ്പിക്കട്ടെ, അങ്ങനെയൊക്കെ കുറേ ഡയലോഗുകളൊക്കെ നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്. അതിനുശേഷം കാർത്തിക അമ്മയോട് പറയണം, അമ്മേ ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അമ്മ പറയണം, മോളെ നീ ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോകാം മോളെ. വേണ്ട അമ്മേ, നൈറ്റ് ഞാൻ വരാം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അമ്മയെ ഹഗ് ചെയ്തിട്ട് നമ്മുടെ കാർത്തിക പോവുകയാണ്. അപ്പോൾ അതേസമയത്ത് പ്രകാശനാണെങ്കിൽ ഇങ്ങനെ കാറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കാർത്തിക അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് പറയുന്നത്, അച്ഛാ കുറേ സമയമായല്ലോ അച്ഛൻ എന്നെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അച്ഛൻ ബോറടിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയണേ, ഇല്ല മോളെ, ഒട്ടും ബോറടിച്ചില്ല. അച്ഛാ പിന്നെ ഞാൻ അച്ഛന് മേടിച്ചു തന്ന ഷർട്ടുകളൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ ഇങ്ങനെ ചുമ്മാതെ സൂക്ഷിച്ച് വെച്ചിരിക്കാനല്ല, എല്ലാം ഓരോ ദിവസം ഓരോന്നായിട്ട് അച്ഛൻ ഇടണം. പിന്നെ എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. ഞാൻ മനഃപൂർവ്വം തന്നെ അങ്ങനത്തേത് മേടിച്ചത്. അച്ഛൻ സാധാരണ ഈ മങ്ങിയ കണക്കുള്ള ഡ്രസ്സുകളല്ലേ ധരിക്കുന്നത്, ഇനി അങ്ങനത്തതൊന്നും ധരിക്കേണ്ട. അച്ഛൻ്റെ മനസ്സിലും
അതായത് മങ്ങിയ കണക്കുള്ള ഡ്രസ്സ് ധരിക്കേണ്ട, അച്ഛൻ്റെ മനസ്സ് ചെറുപ്പമാവണം എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക കുറേ ഇളക്കുകയാണ്. അപ്പോൾ പ്രകാശം പറയണേ, മോളെ ഞാൻ അങ്ങനെ ഇത്രയും കളറൊന്നും ഇടാറില്ല മോളെ. എൻ്റെ ആ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ എൻ്റെ ഇഷ്ടത്തിനൊന്നും സെലക്ട് ചെയ്ത് മേടിച്ചതല്ല, അതൊക്കെ എൻ്റെ അമ്മ പറഞ്ഞ കളറുകളാണ് ഞാൻ അച്ഛന് വാങ്ങിച്ചു തന്നത് എന്ന് പറയുമ്പോൾ പ്രകാശൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ കാർത്തിക പറയണേ, ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് അച്ഛന് മനസ്സിലായിട്ടില്ലേ? പിന്നെ ഞാൻ അച്ഛൻ ഇന്നാളൊരു നമ്പർ തന്നില്ലേ, എൻ്റെ അമ്മയുടെ നമ്പർ, ആ നമ്പറിലേക്ക് അച്ഛൻ മെസ്സേജുകൾ അയച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുമ്പോൾ പ്രകാശൻ, അതൊക്കെ എങ്ങനെയാ മോളെ, അതിനെന്താ അച്ഛാ, പിന്നെ ഇപ്പോഴത്തെ കാലത്തുണ്ടല്ലോ പ്രണയിക്കുന്നതിന് പ്രായമൊന്നുമില്ല അച്ഛാ. അച്ഛൻ അമ്മയെ മെസ്സേജ് അയക്കണം കേട്ടോ, അമ്മ അതൊരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്വന്തം മകളായതുകൊണ്ട് അമ്മയ്ക്ക് എന്നോട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പരിമിതികളില്ലേ, അതുകൊണ്ട് പിന്നെ അമ്മ പരമാവധി ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്തായാലും അച്ഛൻ അമ്മയെ മെസ്സേജൊക്കെ അയക്കണം, എന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചൊരു ജീവിതം, അതാണ് അച്ഛാ എൻ്റെ ഇഷ്ടം, ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. പ്രകാശൻ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നിലത്തൊന്നും അല്ല. അങ്ങനെ പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ മൂങ്ങ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് പ്രകാശം വരികയാണ്. പ്രകാശം വരുന്ന കാണുമ്പോൾ കയ്യിലൊക്കെ നിറച്ച് കവറുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രകാശൻ്റെ കയ്യിലിരിക്കുന്ന കവറിൽ തന്നെ ഇങ്ങനെ നോക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ പ്രകാശൻ അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് വേണം അമ്മേ എന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ചോദിക്കണേ, എന്താടാ മക്കളെ, എന്താടാ പ്രകാശ, നിൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്നത് ഇത് എന്താടാ പ്രകാശ? അപ്പോൾ പറയണേ, എൻ്റെ അമ്മയെ കണ്ടില്ലേ, ഇത് നമ്മുടെ മോളെടുത്ത് തന്നതാണമ്മേ. അപ്പോൾ ചോദിക്കണേ, ഇതെന്തിനടാ മക്കളെ? അപ്പോൾ പറയണേ, അമ്മേ ഇത് നിറച്ച് ഡ്രസ്സാമ്മേ, അതും വില കൂടിയ ഡ്രസ്സുകളമ്മേ. എൻ്റെ അമ്മേ, ഞാൻ ആവുന്നത് കണക്ക് പറഞ്ഞു മോളെ, ഇത്രയും വില കൂടിയ ഡ്രസ്സുകൾ വേണ്ടെന്ന്, അതും എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളമ്മേ. ആണോടാ പ്രകാശ? അതെ അമ്മേ. എനിക്കില്ലേടാ മക്കളെ? ഉണ്ടമ്മേ, പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇല്ലാതിരിക്കുമോ? ദേ എൻ്റെ അമ്മയ്ക്ക് ഇതിനകത്ത് നല്ല ഒന്നാം തരം സാരി ഉണ്ടമ്മേ, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ ഒരു കവറങ്ങ് കൊടുക്കുകയാണ് നമ്മുടെ മുത്തശ്ശിയുടെ കയ്യിൽ. അയ്യോടെ പ്രകാശ, എന്താ അമ്മേ, എൻ്റെ മുഖം കണ്ടിട്ട് അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? അമ്മ എൻ്റെ മുഖത്തൊന്ന് സൂക്ഷിച്ച് നോക്കി. എടാ മക്കളെ, നിൻ്റെ മുഖം ഇരുന്ന് തിളങ്ങുന്നുണ്ടല്ലോടാ, എന്താടാ ചെയ്തത്? എൻ്റെ അമ്മേ, ഞാൻ വരുന്ന വഴിക്കുണ്ടല്ലോ നല്ല ഒന്നാം തരം ബ്യൂട്ടി പാർലറിൽ കയറി, അതും 5 സ്റ്റാർ ബ്യൂട്ടി പാർലറിൽ. അവിടെ ചെന്നിട്ടുണ്ടല്ലോ എൻ്റെ മുഖമൊക്കെ ഫേഷ്യൽ ചെയ്തു, എൻ്റെ താടിയൊക്കെ ട്രിം ചെയ്തു. കണ്ടില്ലേ പള തിളങ്ങുന്നത്? അതിടാ പ്രകാശോ, എടാ മക്കളെ, അമ്മയെ കൂടി കൊണ്ടുപോകണേടാ ഒരു ദിവസം. അയ്യേ, അമ്മ എന്തിനാ കൊണ്ടുപോകണത്? എടാ മക്കളെ, എൻ്റെ ഈ മുഖമൊക്കെ ഒന്ന് തിളങ്ങട്ടടാ. എൻ്റെ അമ്മയെ കാണാൻ അല്ലെങ്കിൽ തന്നെ കൊള്ളൂലേ, പിന്നെ എന്തിനാ ഇനി അതും കൂടെ ചെയ്യുന്നത്? എന്നാലും അമ്മയുടെ ഒരാഗ്രഹമല്ലേടാ. കൊണ്ടുപോവാം അമ്മയും കൊണ്ടുപോവാം. ഇപ്പോഴുണ്ടല്ലോടെ പ്രകാശ, നിൻ്റെ മുഖം ഇപ്പം കണ്ടാലുണ്ടല്ലോ ശരിക്കും ഇപ്പോഴാ നീ എൻ്റെ മോനാണെന്ന് തോന്നുന്നത്. നേരത്തെ ഒരു കരിയരിപ്പല്ലായിരുന്നാടാ നിൻ്റെ മുഖത്ത്, ഇപ്പം ആ കരിയരിപ്പൊക്കെ അങ്ങ് മാറി, ഇപ്പോൾ പള തിളങ്ങുന്നുണ്ടടാ പ്രകാശ. അതെ അമ്മേ, അതെ. അപ്പോൾ ഉടനെ പറയാണ്, അമ്മേ അല്ലടെ പ്രകാശ, നിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ചെയ്തതെന്തിന്? നീ പെണ്ണ് കെട്ടാൻ പോണാടാ? അതെ അമ്മേ, അത് തന്നെ ഇപ്പം നടക്കാൻ പോകുന്നത്. ആർക്കാടാ? നിനക്ക് തന്നെയാണോ? അതേ വിക്രത്തിനോ? അതെ, ആർക്കാടാ പറയടാ. അമ്മേ, നമ്മുടെ മോളില്ലേ കാർത്തിക, അവള് ചില കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് അമ്മയോട് പറയാം. ഇതാ അമ്മയുടെ സാരി നോക്ക്. അപ്പോൾ ആ നേരത്തുണ്ടല്ലോ ഞാൻ എൻ്റെ ഈ സുന്ദരമായ മുഖവും കൂടി കൊണ്ട് ചെന്നിട്ട് ഞാൻ AC ഒക്കെ ഒന്ന് നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് ഞാൻ എൻ്റെ കട്ടിലിൽ ഇങ്ങനെ ഒന്ന് മലർന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങോട്ട് പോവുകയാണ്. പ്രകാശം പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മൂങ്ങ എന്ത് ചെയ്യുന്നെന്നോ, മൂങ്ങ സാരി തുറന്ന് ഇങ്ങനെ ആ ബോക്സ് അങ്ങോട്ട് എടുത്തിട്ട് സാരി തുറന്ന് നോക്കണു. അയ്യോ, എന്തോരു നല്ല സാരി, എൻ്റെ പൊന്നോ, ഇത്രയും കൂടിയ സാരിയാണല്ല എൻ്റെ കൊച്ചുമോളെ എടുത്തു തന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂങ്ങ നിൽക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ പ്രകാശം നേരെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഇനി ഈ ഡ്രസ്സുകളെല്ലാം ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. അങ്ങനെ പ്രകാശം ഓരോ ഡ്രസ്സുകളായിട്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്നിട്ട് ഇങ്ങനെ വെച്ച് വെക്കുകയാണ്. ഇത് കൊള്ളാം, കുറച്ച് ലൂസാണെന്നേ ഉള്ളൂ. അടുത്തത് എടുക്കുകയാണ്. ഇത് അടിപൊളി. അങ്ങനെ കുറേ എണ്ണം എടുക്കുകയാണ്. ലാസ്റ്റ് ഒരു നീല എടുക്കുകയാണ്. എന്നിട്ടാണ് ഇത് സൂപ്പർ, ഇതിട്ടാൽ എന്തായാലും എന്നെ 10-15 വയസ്സ് കുറച്ചേ തോന്നൂ, എന്തായാലും ഇതിട്ട് കുറച്ച് സെൽഫിയൊക്കെ എടുക്കുക. അങ്ങനെ പുള്ളിക്കാരൻ ആ ഉടുപ്പൊക്കെ ഇടുകയാണ്. കണ്ണാടിയിൽ മറിഞ്ഞും തിരിഞ്ഞും കിടന്നും ഒക്കെ നോക്കുകയാണ്. എന്നിട്ട് പുള്ളി സെൽഫിയൊക്കെ എടുക്കുകയാണ്, തുരുതുരാ സെൽഫിയൊക്കെ എടുക്കുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ സെൽഫി ഇങ്ങനെ ഒരാൾ നീക്കി നോക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ
ലക്ഷ്മി നോക്കുകയാണ് സെൽഫി. ലക്ഷ്മി സെൽഫി നോക്കുന്നു എങ്കിലും ലക്ഷ്മിയുടെ കണ്ണുകൾ ദേ ഇങ്ങനെ വീഴുകയാണ്. ദേഷ്യം കൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ജ്വലിക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. അങ്ങനെ എന്തായാലും ഇന്നത്തെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡ് അടിപൊളിയായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. അതുമാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.